ശ്രീലങ്കൻ വനിതകൾക്കെതിരായ ഇന്ത്യയുടെ 4ാം ട്വൻ്റി മത്സരം ഇന്നാണ്. ഇന്ന് രാത്രി 7 മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ 4-0 ലീഡ് ലക്ഷ്യമിട്ടാണ് ഹർമൻപ്രീത് കൗറും സംഘവും കളത്തിലിറങ്ങുക. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ. അനിലും ഒരിത്തിരി ആവേശത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും എസ് കെ എൻ, ഇന്ത്യ അങ്ങനെ കാര്യവട്ടത്ത് ഒരു ഗംഭീര ജയത്തോടുകൂടി പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ടീം ഇന്ന് ഒരു തെല്ലും ടെൻഷൻ പോലും ഇല്ലാതെയാണ് ഇറങ്ങുക. ഇന്ത്യയുടെ ലക്ഷ്യം ഇനി ഇവിടെ തന്നെ നടക്കുന്ന 2 മത്സരങ്ങൾ കൂടി ജയിച്ച പരമ്പര 5-0 സ്വന്തമാക്കുക എന്നുള്ളതാണ്. എല്ലാ തരത്തിലും വലിയ ആവേശത്തിലാണ് ഇപ്പോൾ നമ്മൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അകത്താണുള്ളത്. പിച്ചൊരുക്കുന്ന നടപടികളൊക്കെ തന്നെ പുരോഗമിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ ഡ്യൂ ഉണ്ടായിരുന്നു, മഞ്ഞ് വീഴ്ച കാരണം. അപ്പോൾ വലിയ സൂപ്പർ സോപ്പറുകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മഞ്ഞ് കണങ്ങൾ അതൊക്കെ തന്നെ നീക്കം ചെയ്യുന്ന നടപടികളാണ് കാലത്ത് ഉള്ള. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ഈ ഡ്യൂ ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ ടോസ് നേടിയ ശേഷം ടോസ് കിട്ടിയിട്ടും ബൗളിംഗ് ആണ് ആദ്യം തിരഞ്ഞെടുത്തത്. ഒരുപക്ഷെ ആരാധകർ അതിൽ വലിയ നിരാശരാണ്. ഇന്ത്യ പരമ്പര ജയിച്ചെങ്കിൽ പോലും ഒരു ക്ലോസ് കോണ്ടസ്റ്റ് പല മത്സരങ്ങളിലും ഉണ്ടായില്ല. വളരെ ദുർബലമായ പ്രകടനമാണ് ശ്രീലങ്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ടീം ആദ്യം ബാറ്റ് ചെയ്താൽ മാത്രമാണ് കാണികൾക്ക് വലിയൊരു ആവേശം ഉണ്ടാവുകയുള്ളൂ. അതായത് ഇന്ത്യ ഒരു 200-ന് മുകളിൽ സ്കോറെങ്കിലും എടുക്കണം, എന്നാലാണ് ഇന്ത്യൻ ബാറ്റിംഗ് ഒക്കെ തന്നെ വലിയ രീതിയിൽ കാണാൻ സാധിക്കും എന്നാണ് ആരാധകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പരമ്പര നേടിയത് പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇന്നെങ്കിലും ടോസ് നേടിയാൽ ആദ്യം ബാറ്റ് ചെയ്യാൻ എത്തും എന്ന വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇന്ത്യയുടെ ഷഫാലി വർമ്മയുടെ വെട്ടിക്കെട്ട് പ്രകടനമാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇന്ത്യക്ക് വൻ ജയമൊരുക്കിയത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഷഫാലി അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. ആകെ ഒരു നിരാശയുള്ളത് നമ്മുടെ സ്മൃതി മന്ദാനയുടെ മോശം ഫോമാണ്. സ്മൃതി മന്ദാന കഴിഞ്ഞ 3 മത്സരങ്ങൾ നേടിയത് ആകെ 40 റൺസാണ്. ഇന്നത്തെ മത്സരത്തിൽ വലിയ പ്രകടനം സ്മൃതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഒപ്പം തന്നെ ദീപ്തി ശർമ്മ വലിയൊരു റെക്കോർഡിന് അരികെയാണുള്ള 2020 ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന വനിതാ താരമെന്ന, അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന വനിതാ താരമെന്ന വലിയ റെക്കോർഡാണ് ദീപ്തിക്ക് മുന്നിലുള്ളത്. അതിനു വേണ്ടത് ഒറ്റ വിക്കറ്റ് മാത്രമാണ്. നിലവിൽ 151 വിക്കറ്റുകളുമായി ഓസ്ട്രേലിയൻ താരം മേഗൻ ഷൂട്ടുമായി റെക്കോർഡ് പങ്കിടുകയാണ് നമ്മുടെ ദീപ്തി ശർമ്മ. അപ്പോൾ നമ്മുടെ ഈ കാര്യവട്ടത്ത് വെച്ച ആ ചരിത്ര നേട്ടത്തിലേക്ക് ദീപ്തി ശർമ്മ കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ വലിയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതേ കാര്യവട്ടത്ത് കഴിഞ്ഞ ദിവസം 3 വിക്കറ്റ് എടുക്കുകയും ദീപ്തി ചെയ്തിരുന്നു. അപ്പോൾ ദീപ്തിയിൽ നിന്ന് റെക്കോർഡ് പ്രകടനം ഉണ്ടാകുമെന്ന് കരുതാം. അതേസമയം ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസ ജയം ലക്ഷ്യമിട്ട് അവർ 2 കൽപ്പിച്ചിറങ്ങിയാൽ ഇന്ത്യക്ക് എന്തായാലും ഒരു വലിയ മത്സരം കാണാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ത്യയുടെ ജയം തന്നെയാണ് കൂടുതൽ സാധ്യത. അതോടുകൂടി ഇന്ത്യക്ക് പരമ്പരയിൽ 4-0 ലീഡ് എടുക്കാനും സാധിക്കും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ഉച്ചയോടുകൂടി തന്നെയായിരിക്കും ആരാധകർ എത്തുക. കഴിഞ്ഞ മത്സരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു 8,000-ന് മുകളിൽ ആളുകൾ എത്തിയിരുന്നു. ഇന്ന് സൺഡേ കൂടി ആയതിനാൽ ഒരു 10,000-ലേക്ക് മുകളിൽ ആളുകൾ എത്തുമെന്നാണ് KCA പ്രതീക്ഷിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.